LKG, UKG, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്, +1, +2, പിന്നെ കോളേജ്, UG, PG, മൊത്തത്തിൽ നമ്മുടെ ലൈഫിൽ 20 വർഷങ്ങൾ നമ്മൾ സ്കൂളിലും കോളേജിലുമായിട്ട് ചിലവഴിക്കുന്നുണ്ട്. ഇനി ഈ 20 വർഷത്തിൽ എന്തൊക്കെ സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്ന് ഓർത്തു നോക്കാം. മാത്സ്, സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, മോറൽ സയൻസ്, ഇതിനെ കൂടാതെ പല സെമസ്റ്ററുകളിലായി 19 സബ്ജക്ട്സ് വേറെ. ഇതൊക്കെ എന്തിനു വേണ്ടി പഠിച്ചു? ഇതിൽ എന്തൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ട്? എന്തൊക്കെ ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നു എന്നതൊക്കെ ചിന്തിക്കാനായിട്ട് കുറച്ച് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ച് നോക്കാം. 100 കണക്കിന് സബ്ജക്ട്സ് നമ്മൾ പഠിച്ചു, ഓർ നമ്മളെ പഠിപ്പിച്ചു എന്ന് വേണേൽ പറയാം. അതായിരിക്കും കുറച്ചുകൂടി കറക്റ്റ്. ബട്ട് സാലറി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? മണി എങ്ങനെയൊക്കെയാണ് സേവ് ചെയ്യേണ്ടത്? ഇൻഷുറൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു എമർജൻസി ഫണ്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ധൈര്യത്തോടെ എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്ത് കാശ് എങ്ങനെ ഗ്രോ ചെയ്യാം, റിട്ടയർമെന്റ് എങ്ങനെ പ്ലാൻ ചെയ്യാം, ഇതൊന്നും നമ്മളെ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. കോളേജിൽ ഓരോ സെമസ്റ്റർ എക്സാമിന് എങ്ങനെയെങ്കിലും പാസ്സാകാനായിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം, 15 മാർക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ പല ക്രിയേറ്റീവ് വഴികൾ കൊണ്ടുവരാനായിരുന്നു നമ്മളും നമ്മുടെ സമയം ചിലവാക്കിയിരുന്നത്. ഇനി കോളേജിൽ ഏത് ഡിഗ്രി എടുത്താലും എടുത്തില്ലെങ്കിലും എല്ലാ മനുഷ്യർക്കും ഡീൽ ചെയ്യേണ്ട ഒരു സംഭവമാണ് കാശ്. ആദ്യമായി കാശ് സമ്പാദിക്കാൻ തുടങ്ങുന്ന ആ ദിവസം മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ലാസ്റ്റ് ദിവസം വരെ നമുക്ക് കാശുമായിട്ട് ഇടപഴകേണ്ടതുണ്ട്. കാശ് എന്നത് പല കാര്യങ്ങളും നമുക്ക് തരുന്ന ഒരു മാജിക്കൽ ടൂളാണ്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായ ഫൈനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ച് സ്കൂളിലും കോളേജിലും ഒന്നും പഠിപ്പിക്കുന്നില്ല എന്നത് വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കുറെ ഫോർമുലാസും എസ്സേസും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ട്രൂ ഓർ ഫോൾസും മൾട്ടിപ്പിൾ ചോയ്സും ഒക്കെ ഇരുന്ന് വീണ്ടും വീണ്ടും ഒച്ചത്തിൽ വായിച്ച് കാണാതെ പഠിച്ച് നമ്മുടെ ലൈഫിലെ പ്രഷ്യസ് ആയിട്ടുള്ള 20 വർഷങ്ങൾ കളഞ്ഞിട്ട് ഒരു അഡൾട്ട് ആയിട്ട് ഈ വേൾഡിലോട്ട് കയറുമ്പോൾ മോസ്റ്റ്ലി എന്താണ് സംഭവിക്കാറുള്ളത്? ഫസ്റ്റ് സാലറി വരുന്നു, നമ്മൾ സന്തോഷത്തിൽ തുള്ളിച്ചാടുന്നു, ഫ്രണ്ട്സിന് ബിരിയാണി ഒക്കെ വാങ്ങി ട്രീറ്റ് കൊടുക്കുന്നു, അമ്മയ്ക്കും അച്ഛനും ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുന്നു, ഓർ വീട്ടിലേക്ക് വേണ്ടി എന്തെങ്കിലും സാധനം വാങ്ങുന്നു. സെക്കൻഡ് മന്ത് സാലറി വരുന്നു, ആദ്യത്തെ സാലറിയുടെ സെലിബ്രേഷൻസ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഓരോന്നും വാങ്ങാനായിട്ട് തുടങ്ങുന്നു. തേർഡ് മന്ത് സാലറി വരുന്നു, പർച്ചേസ് കൂടുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം EMI വന്നു, റെന്റ് വന്നു, കാർ ലോണ്, പേഴ്സണൽ ലോണ്, കല്യാണ ചിലവുകൾ, കറണ്ട് ബില്ല്, മെഡിക്കൽ ചിലവുകൾ, ഫാമിലി ഫങ്ഷൻസ്, സ്കൂൾ ഫീസ്, അങ്ങനെ പെട്ടെന്ന് തന്നെ ഓരോ മാസവും ഒരു റേസ് പോലെ ആവുന്നു. സാലറി വരുന്നു, കാണാതെ ആവുന്നു, വീണ്ടും സാലറി വരുന്നു, കാണാതാവുന്നു. ഈ ഒരു ലൂപ്പ് റിപ്പീറ്റ് ആവുന്നു. സേവിങ്സ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നവരോടൊക്കെ സമ്പാദിക്കുന്ന കാശ് ചിലവുകൾക്കേ തികയുന്നില്ല, പിന്നെ അല്ലേ സേവിങ്സ് എന്ന് സർക്കാസ്റ്റിക്കലി ഉത്തരം പറയുന്നു. എങ്ങനെയെങ്കിലും അടുത്ത മാസം മുതൽ കുറച്ചെങ്കിലും സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ മനസ്സിൽ ഉറപ്പിക്കുന്നു. ബട്ട് ആ അടുത്ത മാസം മാത്രം ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടി കാണാൻ പറ്റും. 10,000 രൂപ സമ്പാദിക്കുന്ന ആള് പറയും എൻ്റെ ശമ്പളം കുറച്ചല്ലേ ഉള്ളൂ, സേവിങ്സിനൊന്നും ഇത് തികയില്ല എന്ന്. ബട്ട് 30,000 സമ്പാദിക്കുന്ന ആളും ഇത് തന്നെയാണ് പറയുന്നത്. 30,000 പോട്ടെ, 70,000, 1,00,000 ഒക്കെ സാലറി ഉള്ളവരും സേവിങ്സിനൊന്നും കാശില്ല എന്നാണ് പറയുന്നത്. കാശ് അക്കൗണ്ടിലോട്ടൊക്കെ വരുന്നുണ്ട്, ബട്ട് എങ്ങോട്ടാ എൻ്റെ കാശ് പോകുന്നത് എന്ന് ഒരു പിടിയുമില്ല എന്ന് പറയുന്നവരാണ് മെജോറിറ്റി ആളുകൾ. സോ മേ ബി ഇവിടെ പ്രോബ്ലം ഇൻകം അല്ലായിരിക്കും, ഇറ്റ് മൈറ്റ് ബി സംതിങ് എൽസ്. നമ്മുടെ ഇവിടുത്തെ പ്രോബ്ലം ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തതും പിന്നെ നമ്മുടെ മണി മാനേജ് ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം ഇല്ലാത്തതുമാണ്. ബുക്ക് വായന തുടങ്ങിയപ്പോൾ കുറെ പുതിയ കാര്യങ്ങൾ പഠിച്ചു, അതൊക്കെ അപ്ലൈ ചെയ്ത് ലൈഫ് ചേഞ്ച് ആകാനും തുടങ്ങി. എൻ്റെ ഫൈനാൻഷ്യൽ ലൈഫിന് നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ സഹായിച്ച ബുക്കാണ് ലെറ്റ്സ് ടോക്ക് മണി ബൈ മോണിക്ക ഹെലൻ. പേഴ്സണൽ ഫൈനാൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന ബുക്കാണിത്. ഈ ഒരു ബുക്ക് എൻ്റെ ഏർലി 20s എനിക്ക് വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും എസ്പെഷ്യലി യങ് ജനറേഷനോടൊക്കെ ഈ ബുക്ക് മിസ്സാക്കാതെ വായിക്കൂ എന്ന് പറയാറുള്ളത്. ഈ ബുക്കിന്റെ ഒരു ഫുൾ ബുക്ക് സമ്മറി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. 55 മിനിറ്റുള്ള വീഡിയോ ആണ്. വീഡിയോ ലെങ്ത് കണ്ടു പേടിക്കേണ്ട, നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റിയ കണ്ടന്റ് ആണത്. ട്രസ്റ്റ് മീ, ദിസ് ബുക്ക് വിൽ ചേഞ്ച് യുവർ ലൈഫ്. ഇന്നത്തെ വീഡിയോയിൽ ലെറ്റ്സ് ടോക്ക് മണി എന്ന ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ആൻഡ് ബേസിക് സിസ്റ്റത്തിനെ കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. പേഴ്സണൽ ഫൈനാൻസിന്റെ ABCD എന്ന് വേണമെങ്കിൽ ഈ സിസ്റ്റത്തിനെ കാണാവുന്നതാണ്. ഒരു ഇൻകം, അതിപ്പോൾ ആക്റ്റീവ് ഓർ പാസീവ് എന്ത് വേണേലും ആയിക്കോട്ടെ, കാശ് സമ്പാദിക്കാൻ തുടങ്ങിയാൽ ഫസ്റ്റ് തന്നെ ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക. നമ്മൾ വീട് കെട്ടാൻ തുടങ്ങുമ്പോൾ ഫൗണ്ടേഷൻ ഇടുന്ന പോലെയാണിത്. ഫൗണ്ടേഷൻ ഇടാതെ ചുമ്മാ അങ്ങ് കെട്ടിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെ തന്നെയാണ് ഈ ഒരു സിസ്റ്റവും. 3 മണി ബോക്സ് സിസ്റ്റം എന്നാണ് ഇതിന്റെ പേര്.
സോ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നല്ല സിസ്റ്റമാറ്റിക് ആയി തുടങ്ങാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുമാത്രമല്ല വേറൊരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് കൂടിയുണ്ട്. ജൂലൈ ഇസ് മൈ ബർത്ത്ഡേ മന്ത് ആൻഡ് എല്ലാ വർഷവും ബർത്ത്ഡേ സ്പെഷ്യൽ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ലാസ്റ്റ് 2 years ഞാൻ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസ് ലൈക്ക് 36 ലൈഫ് ലെസൺസ് ഐ ലേൺ ഫ്രം ബുക്സ് ആൻഡ് 37 ബുക്സ് ദാറ്റ് ചേഞ്ച് മൈ ലൈഫ് എന്നൊക്കെയുള്ള വീഡിയോസ് പബ്ലിഷ് ചെയ്തിരുന്നു. ബട്ട് ദിസ് ഇയർ ഇറ്റ്സ് ഗോയിങ് ടു ബി ഡിഫറെന്റ്. I am going to gift 5 copies of the book Let's Talk Money to my special viewers. Last year ഞാൻ എൻ്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സിന് ഈ ബുക്ക് ഗിഫ്റ്റ് ചെയ്തിരുന്നു. ഈ വർഷം ഈ ബുക്ക് നിങ്ങളിൽ 5 പേർക്ക് ഞാൻ നൽകുന്നതായിരിക്കും. ഈ ഒരു ഗിവ് അവേ ജസ്റ്റ് റാൻഡം ആയിട്ട് 5 പേരെ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന പോലെ ആയിരിക്കില്ല. ഐ റിയലി ബിലീവ് ഈ ഒരു ബുക്കിന് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ലൈഫിന്റെ ട്രജക്ടറി തന്നെ മാറ്റാൻ പറ്റുമെന്ന്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ ഒരു ചെറിയ ഹെൽപ്പ് ശരിക്കും ഡിസേർവ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് തന്നെ എത്തണം എന്നതിൽ എനിക്ക് ചെറിയൊരു നിർബന്ധമുണ്ട്. സോ ഈ ഒരു ഗിവ് അവേക്ക് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ഈ വീഡിയോ ഫുള്ള് എൻഡ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത് ചെയ്താൽ തന്നെ കാര്യങ്ങൾ നല്ല ഈസി ആയിരിക്കും. 3 മണി ബോക്സ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ഗിവ് അവേയുടെ റൂൾസ് പറഞ്ഞേക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്യുക. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലെറ്റ്സ് ടോക്ക് മണി എന്ന ഈ ബുക്ക് ഗിവ് അവേ ആയിട്ട് വിൻ ചെയ്യണം എന്ന വാലിഡ് റീസൺ ഈ വീഡിയോയിൽ കമന്റ് ആയിട്ട് ആഡ് ചെയ്യുക. ഈ സ്റ്റെപ്പ് മസ്റ്റ് ആണ്. ചുമ്മാ ഐ വാണ്ട് ദിസ് ബുക്ക് എന്ന് മാത്രം പറയാതെ ഷെയർ യുവർ വാലിഡ് റീസൺ. കഴിഞ്ഞിട്ടില്ല ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതിൽ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് 2 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതും ആൻസർ ചെയ്യണം. അയ്യോ ഇത്രയൊക്കെ പണികളുണ്ടോ എന്നും അടുക്കണ്ട. ജസ്റ്റ് ഒരു 15 മിനിറ്റ് എടുത്ത് ഈ ഒരു വീഡിയോ ഫുള്ള് ഡിസ്ട്രാക്ട് ആവാതെ കണ്ടാൽ തന്നെ എല്ലാം ഈസി ആയിരിക്കും. പിന്നെ ഇത് നമ്മുടെ ഫൈനാൻഷ്യൽ ലൈഫ് നല്ല അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചെറിയ എഫേർട്ട് അല്ലേ. It will be worth it. Also, please note, ജൂലൈ 31, 2026 വരെ വരുന്ന കമന്റ്സ് ആൻഡ് റെസ്പോൺസസ് മാത്രമേ ഗിവ് അവേക്ക് വേണ്ടി കൺസിഡർ ചെയ്യുള്ളൂ. എന്നിട്ട് ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് വിന്നേഴ്സിന് ഞാൻ അനൗൺസും ചെയ്യും. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദിസ് 3 മണി ബോക്സ് സിസ്റ്റം. നമുക്ക് ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് എക്സ്പെരിമെന്റ് ചെയ്യാം. സേ സപ്പോസ് 10 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിലെല്ലാവർക്കും ഓരോ ബക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് സ്മോൾ സൈസ്, ചിലർക്ക് മീഡിയം സൈസ്, ചിലർക്ക് ലാർജ് സൈസ്. സൈസ് 3 ടൈപ്പ് ഉണ്ടെങ്കിൽ ബക്കറ്റിന്റെ ഡിസൈൻ സെയിം ആണ്. എല്ലാ ബക്കറ്റിലും ഒരേപോലുള്ള 10 ഹോൾസ് ഉണ്ട്. ഇനി ഒരു ദിവസം തുടങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് ഈ 10 പേരുടെ ബക്കറ്റും ഫുള്ള് മേലെ വരെ വെള്ളം നിറച്ചിട്ട് പോകും. ബക്കറ്റ് പല സൈസ് ആണെങ്കിലും ഹോൾസ് ഒക്കെ ഒരേപോലെ ഉള്ളത് കൊണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എല്ലാ ബക്കറ്റിലെയും വെള്ളം ഒഴുകി പോയിട്ട് ഫുള്ള് കാലിയാവുന്നു. അപ്പോൾ നമുക്ക് വേണേ തോന്നാം എനിക്ക് കുറച്ച് എക്സ്ട്രാ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അത് കാലിയാക്കാതെ നോക്കുമെന്ന്. ഇവിടെ എക്സ്ട്രാ വെള്ളമോ ഓർ വലിയ ബക്കറ്റോ അല്ല സൊല്യൂഷൻ. മറിച്ച് നമ്മുടെ ബക്കറ്റിന്റെ ഡിസൈൻ ആണ് മാറ്റേണ്ടത്. അതാണ് പ്രശ്നക്കാരൻ. നമ്മളും നമ്മുടെ കാശും തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ പ്രശ്നവും ഇത് തന്നെയാണ്. ബക്കറ്റിലെ നിറയുന്ന വെള്ളമാണ് മാസത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന സാലറി. റെന്റ്, EMI, ഗ്രോസറീസ്, ഫുഡ്, പെട്രോള്, മെഡിക്കൽ ബിൽസ്, സ്കൂൾ ബിൽസ്, സബ്സ്ക്രിപ്ഷൻ, ഓൺലൈൻ ഷോപ്പിംഗ്, അൺഎക്സ്പെക്ടഡ് എക്സ്പെൻസസ്, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ബക്കറ്റിലെ വെള്ളം കാലിയാക്കുന്ന ഹോൾസ്. സോ എത്ര സാലറി കിട്ടിയാലും ഹോൾസ് ഉള്ളപ്പോൾ മാസാവസാനം ആവുമ്പോൾ എല്ലാം കാലിയാവുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും സാലറി കൂടുതൽ കിട്ടുന്ന പുതിയൊരു ജോലിയിൽ കയറണം, അതാണ് സൊല്യൂഷൻ എന്ന്. ബട്ട് ഇവിടെ ഓട്ടയുള്ള ബക്കറ്റ് ഉള്ളിടത്തോളം കാലം നമുക്ക് എത്ര വെള്ളം കിട്ടിയാലും അതൊക്കെ കുറച്ച് കഴിഞ്ഞ് കാണാതെ ആവും എന്ന കാര്യം നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. അങ്ങനെ ഓട്ടയുള്ള ബക്കറ്റാണ് നമ്മുടെ അടുത്ത് ഉള്ളതെങ്കിൽ മസ്റ്റായിട്ടും ഉടനെ തന്നെ ആ ബക്കറ്റിന്റെ ഡിസൈൻ മാറ്റി ഈ 3 മണി ബോക്സ് സിസ്റ്റം ഉണ്ടാക്കുക. 3 മണി ബോക്സ് സിസ്റ്റം എന്നത് നമുക്ക് ഇൻകം ആയിട്ട് വരുന്ന കാശിനെ ഒരിടത്ത് അങ്ങ് കൂട്ടി വെക്കാതെ അതിനെ 3 സെപ്പറേറ്റ് ബോക്സസിലോട്ട് മാറ്റുക എന്നതാണ്. ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് വേണ്ടത് 3 ഡിഫറെന്റ് ബാങ്ക് അക്കൗണ്ട്സ് ആണ്. അതും എല്ലാം ഓൺലൈനിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നവയായിരിക്കണം. ഇപ്പോഴത്തെ ഡിജിറ്റൽ വേൾഡിൽ ഇത് ഈസിയായി തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും. അതിനുശേഷം ഈ 3 അക്കൗണ്ട് നമുക്കൊന്ന് ലേബൽ ചെയ്യണം. ഇത് മെന്റൽ ലേബൽ ആണ് കേട്ടോ. ഇൻകം അക്കൗണ്ട്, സ്പെൻഡിറ്റ് അക്കൗണ്ട്, ഇൻവെസ്റ്റിറ്റ് അക്കൗണ്ട് ആണ് 3 പേരുകൾ. ഇനി നമുക്ക് ഈ 3 അക്കൗണ്ടും എന്താണ്, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കാം. ഫസ്റ്റ് ഇൻകം അക്കൗണ്ട്. ഈ അക്കൗണ്ടിലാണ് നമ്മുടെ എല്ലാ സോഴ്സസിൽ നിന്നുള്ള ഇൻകമും വന്ന് വീഴേണ്ടത്. മെയിൻ ജോബിലെ സാലറി, റെന്റൽ ഇൻകം ഉണ്ടെങ്കിൽ അത്, ഫ്രീലാൻസ് ഏർണിങ്സ് ഉണ്ടെങ്കിൽ അത്, വേറെ എന്തെങ്കിലും സോഴ്സസിൽ നിന്നുള്ള ഇൻട്രസ്റ്റ്, അങ്ങനെ നമ്മുടെ ഏർണിങ്സ് ഫുള്ള് ഈ അക്കൗണ്ടിലോട്ട് ഡയറക്റ്റ് ചെയ്ത് വിടുക. സോ ഈ അക്കൗണ്ടിലെ ഒരു മാസത്തിലെ സമ്മറി എടുത്ത് നോക്കിയാൽ നമ്മുടെ മന്ത്ലി ഏർണിങ്സ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു പണിയാണ് ഇൻകം അക്കൗണ്ടിൽ നിന്നും ഒരു എമൗണ്ട് സ്പെൻഡിറ്റ് അക്കൗണ്ടിലോട്ട് മാറ്റുക.
ഇനി എത്രയാണ് മാറ്റേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു മാസത്തിലെ നമ്മുടെ എക്സ്പെൻസസ് ആണ് മാറ്റേണ്ടത്. അത് എത്രയാകുമെന്ന് ഒരു കാൽക്കുലേഷൻ ഇട്ട് തന്നെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. റെന്റ്, ലോണ്, EMI, ഫീസ്, പെട്രോള്, ഗ്രോസറി, ഔട്ട്സൈഡ് ഫുഡ്, അതർ എക്സ്പെൻസസ് എല്ലാം കൂടി എത്രയാകും എന്നൊരു റഫ് കാൽക്കുലേഷൻ ഇട്ടിട്ട് ആ എമൗണ്ട് എപ്പോഴും മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്പെൻഡിറ്റ് അക്കൗണ്ടിലോട്ട് മാറ്റുക. എന്നിട്ട് ഈ അക്കൗണ്ടിൽ നിന്ന് വേണം മാസത്തിലെ എല്ലാ ചിലവുകൾക്കും കാശെടുക്കാൻ. GPay ഒക്കെ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? സാലറി വരുന്നതൊക്കെ എനിക്കൊരു കണക്കുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചാലും ചിലവുകൾക്ക് ഒരു കണക്കുണ്ടാവില്ല. 100 രൂപ, 200 രൂപ എന്നൊക്കെ പലപ്പോഴുമായി ചിലവാക്കുന്ന കാശാണ് നമ്മുടെ ഖജനാവ് കാലിയാക്കുന്നത്. സോ ഏർണിങ്സും എക്സ്പെൻസസും തമ്മിൽ മസ്റ്റായിട്ടും ഒരു സെപ്പറേഷൻ വേണം. ഇങ്ങനെ സ്പെൻഡിറ്റ് അക്കൗണ്ടിലോട്ട് ഒരു എമൗണ്ട് മാറ്റി അതിൽ നിന്നും ചിലവാക്കി തുടങ്ങുമ്പോൾ നമ്മുടെ സാലറി മതിയാവുന്നില്ലേ, ഓർ അനാവശ്യ ചിലവുകൾ കൂടുതലാണോ എന്നൊക്കെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടാവും. മാസത്തിലെ ഫസ്റ്റ് ഡേയിൽ സ്പെൻഡിറ്റ് അക്കൗണ്ടിലോട്ട് എമൗണ്ട് മാറ്റുന്നതിനൊപ്പം ചെയ്യേണ്ട അടുത്തൊരു ആക്ടിവിറ്റിയാണ് നമ്മുടെ തേർഡ് മണി ബോക്സ് ആയ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് കാശ് മാറ്റുക എന്നത്. ഇനി എത്രയാണ് ഇതിലോട്ട് മാറ്റേണ്ടത്? സ്പെൻഡിറ്റ് അക്കൗണ്ടിലോട്ട് ഒരു മാസത്തെ ചിലവിനായി മാറ്റിയ ശേഷം ഇൻകം അക്കൗണ്ടിൽ ബാക്കി വരുന്ന എല്ലാ എമൗണ്ടും നേരെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് മാറ്റണം. യെസ്, ഫുള്ളും വേണം. അതും മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ. ചിലവുകൾ കഴിഞ്ഞ് ബാക്കി വരുന്നത് സേവ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മുടെ നേരത്തെ ഓട്ടമുള്ള ബക്കറ്റിന്റെ കാര്യം ഓർത്താൽ മതി. ലാസ്റ്റ് പോയി നോക്കുമ്പോൾ വെള്ളം ഒന്നും ഉണ്ടാവില്ല. സോ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ടും ഫസ്റ്റ് തന്നെ ബാക്കിയുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി വേറെ ഒരു സ്ട്രിക്റ്റ് റൂൾ കൂടിയുണ്ട് ഇവിടെ. ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലോട്ട് വൺസ് കാശ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോൺ അടയ്ക്കാനുണ്ട്, ബില്ല് പേ ചെയ്യാനുണ്ട് എന്ന് അതും ഇതും ഒക്കെ പറഞ്ഞ് ആ അക്കൗണ്ടിൽ നിന്നും ഇങ്ങോട്ട് കാശ് എടുക്കാൻ പാടില്ല. അതൊരു സ്ട്രിക്റ്റ് നോ ആണ്. ഇൻവെസ്റ്റ്മെന്റിനല്ലാതെ നോ ടച്ചിങ് അലൗഡ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പാനിക് ആകാം. ഇൻകം അക്കൗണ്ടിലെ എല്ലാ കാശും ബാക്കി 2 അക്കൗണ്ടിലോട്ടും ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്തെങ്കിലും പെട്ടെന്നൊരു എമർജൻസി വന്നാൽ എന്ത് ചെയ്യും? ഒരു ഹെൽത്ത് എമർജൻസി ഓർ പെട്ടെന്ന് എൻ്റെ ജോലി പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ മാനേജ് ചെയ്യാൻ കുറച്ച് കാശ് ഞാൻ ലിക്വിഡായിട്ട് അക്കൗണ്ടിൽ തന്നെ വെക്കണ്ടേ എന്ന്. ഇവിടെയാണ് നിങ്ങൾ ലെറ്റ്സ് ടോക്ക് മണി എന്ന ബുക്ക് ഫുൾ ആയിട്ട് വായിക്കേണ്ടത്. ഓർ എൻ്റെ ഫുൾ ബുക്ക് സമ്മറി കണ്ടാലും മതി, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജോലി എങ്ങാനും പെട്ടെന്ന് പോയാലുണ്ടാകുന്ന എമർജൻസി ഹാൻഡിൽ ചെയ്യാനായിട്ട് എമർജൻസി ഫണ്ട്, മെഡിക്കൽ ചിലവുകൾക്കായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ്, പെട്ടെന്ന് വീട്ടിലെ സമ്പാദിക്കുന്ന ഫാമിലി മെമ്പർ മരണപ്പെട്ടു പോയാൽ അവരുടെ ഡിപ്പെൻഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ട ലൈഫ് ഇൻഷുറൻസ്, പിന്നെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ട പലതരം ഇൻവെസ്റ്റ്മെന്റ്സ് ലൈക്ക് ഡെപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ട്, ഇക്വിറ്റി എന്നിങ്ങനെ പേഴ്സണൽ ഫൈനാൻസിൽ അറിഞ്ഞിരിക്കേണ്ടതും ഫോളോ ചെയ്യേണ്ടതുമായിട്ടുള്ള സിസ്റ്റം നല്ല ഈസി ആയിട്ട് തന്നെ ഈ ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ മസ്റ്റ് റീഡ് ബുക്ക്. നമ്മുടെ തേർഡ് ബോക്സ് ആയ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിനെ കുറിച്ച് കുറച്ചുകൂടി ഷെയർ ചെയ്യാനുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ് നമ്മുടെ സമ്പത്തിന്റെ ഒരു സോഴ്സ്. ഇതിലുള്ള കാശ് യൂസ് ചെയ്താണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ്സ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു റിയാലിറ്റി മനസ്സിലാക്കണം. ഒരു ജോലി കിട്ടി, സാലറി വരാൻ തുടങ്ങി എന്നറിയുമ്പോൾ അവിടെ നിന്നും ഇവിടെ നിന്നും കുറേ ഉപദേശങ്ങൾ വരാൻ തുടങ്ങും. ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യ് എന്ന് പറഞ്ഞു വരുന്ന ഫ്രണ്ട്, ഞങ്ങളുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യ് എന്ന് പറഞ്ഞു വരുന്ന ബാങ്ക് മാനേജർ, LICയിൽ ഒരു പോളിസി എടുക്കാനായിട്ട് നിർബന്ധിക്കുന്ന അയൽവക്കത്തെ ആന്റി, കുറച്ച് സ്ഥലം വാങ്ങിയിടാൻ പറയുന്ന വകയിലെ അമ്മാവൻ, 2-3 അപ്പാർട്ട്മെന്റ് ഒക്കെ വാങ്ങിയിടൂ, റെന്റൽ ഇൻകം വരുമല്ലോ എന്ന് പറഞ്ഞു വരുന്ന ഓഫീസിലെ ടീംമേറ്റ്സ്, കുറച്ച് സ്വർണം വാങ്ങി വെക്കാൻ പറയുന്ന വീട്ടുകാർ. അങ്ങനെ പല അഡ്വൈസസും വരും. എല്ലാം കേൾക്കുക, ബട്ട് ഒന്നിനും യെസ് പറയരുത്. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് നല്ല പോലെ പല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസിനെ കുറിച്ച് മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, എപ്പോഴാണ് ഈ ആവശ്യം വരുന്നത് എന്നൊക്കെ ക്ലിയർ ആകുക. എന്നിട്ട് ഓരോ ആവശ്യത്തിനും ഏത് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആണ് നല്ലത് എന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് പേഴ്സണൽ ഫൈനാൻസ്. അത് എപ്പോഴും പേഴ്സണൽ ആയിരിക്കണം. അഡ്വൈസസ് എന്തൊക്കെ വന്നാലും ദ ഫൈനൽ ഡെസിഷൻ ഷുഡ് ബി അവേഴ്സ്. ഫ്യൂച്ചറിൽ റിഗ്രറ്റ് ചെയ്യാത്ത രീതിയിൽ ഡെസിഷൻസ് എടുക്കണമെങ്കിൽ മസ്റ്റായിട്ടും വേണ്ട ഒരു കാര്യമാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി. ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സ്കൂൾസിലും കോളേജസിലും പഠിപ്പിക്കുന്നില്ല എന്നത് വളരെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ആരും എന്നെ പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് അവരെ ബ്ലെയിം ചെയ്യുന്നതിൽ കാര്യമില്ല. ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ഫൈനാൻഷ്യൽ ലൈഫ്. ഇപ്പോഴത്തെ കാലത്ത് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് സോഴ്സസ് ഉണ്ട്. ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു ലേൺ ഫൈനാൻഷ്യൽ ലിറ്ററസി. അതിനുള്ള ഒരു ബെസ്റ്റ് സോഴ്സ് ആണ് ലെറ്റ്സ് ടോക്ക് മണി എന്ന ഈ ഒരു ബുക്ക്. അപ്പൊ ഗിവ് അവേയുടെ കാര്യം മറക്കണ്ട. നിങ്ങളുടെ ജെനുവിൻ റിപ്ലൈ കമന്റ്സിൽ അറിയിക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളുക. പിന്നെ ഗൂഗിൾ ഫോംസ് മിസ് ആക്കണ്ട കേട്ടോ, അതും മാൻഡേറ്ററി ആണ്.
ഹോപ്പ് ഐ ക്യാൻ മേക്ക് ദിസ് ഇയേഴ്സ് ബർത്ത്ഡേ മീനിങ്ഫുൾ. ഒരാളുടെ എങ്കിലും ഫൈനാൻഷ്യൽ ലൈഫ് ബെറ്റർ ആക്കാൻ എൻ്റെ ഈ ഒരു വീഡിയോയും ഗിവ് അവേ കൊടുത്ത ബുക്കും ഒക്കെ ഹെൽപ്ഫുൾ ആയി എന്നറിഞ്ഞാലും I'll be so satisfied. Keep on reading and ഓർക്കുക, it's never too late to learn financial literacy. Take that first step. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.